ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ നല്ല വെയിലായി, അടിപൊളി വെയിലായി. പിന്നെ നമ്മളെ ക്യാമറയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ക്യാമറ വലിയ ക്യാമറ ആയതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാട്. എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ടേ, പിന്നെ ഒരു കുടയൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടൊക്കെയാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ എന്നാലും വെള്ളം ഇങ്ങനെ ലെൻസിലോട്ട് അടിക്കുമ്പോൾ അത് പിന്നെയും തുടയ്ക്കണം. പിന്നെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ചെറിയ ഗോപ്രോ പോലത്തെ ക്യാമറയൊക്കെ ആണെങ്കിൽ വെള്ളം തന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ വലിയ ക്യാനോണിൻ്റെ ക്യാമറ ആയതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള വീഡിയോ ആണ്. ഇപ്പോൾ എന്തായാലും മഴ പോയി. പിന്നെ ഈ ഒരു ഫ്രെയിം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ടെൻ്റ് അടിക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് കമ്പും ഇതൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ കുറച്ച് ചെറുതായി പോയി. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഓപ്പൺ പ്ലേസിലൊക്കെ കുറച്ച് വലുതാവണമായിരുന്നു. പക്ഷേ കാട്ടിലൊക്കെ പോകുമ്പോൾ ഈ ചെറുതായാലും മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് കിടന്നാൽ മതിയല്ലോ. അപ്പോൾ അതിന് ഇതൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് ചെറുതായി പോയി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കാപ്പിയൊക്കെ വെച്ചിട്ട് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ കാപ്പി ആയിക്കോട്ടെ അല്ലേ. ഇപ്പോൾ കുറച്ച് നാളൊക്കെ ആയി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇനി നല്ല വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ്. മഴയത്ത് അടിപൊളി ക്യാമ്പ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ഫസ്റ്റ് തന്നെ കട്ടൻ കാപ്പി ഇട്ടിട്ട് പരിപാടി തുടങ്ങാം. നല്ല നൂഡിൽസും നല്ല ചൂടുള്ള കട്ടൻ കാപ്പിയും പെരും മഴയത്ത് കുടിക്കാന്നൊക്കെ വിചാരിച്ചു വന്നതാ. പക്ഷെ മഴ അങ്ങ് പോയി. മഴ പോയി. നൂഡിൽസിൽ വെള്ളം കൂടി സൂപ്പാക്കേണ്ടി വരും ഇപ്പോൾ. ചിലപ്പോൾ നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നൂഡിൽസ് കുഴപ്പമില്ല, സൂപ്പ് പോലെയായി. ഓഫാക്കല്ലേ. നമ്മുടെ കാപ്പി ഒന്നുകൂടി ചൂടാക്കുകയും ചെയ്യാം. ഇതുകൂടി ഇരിക്കട്ടെ. ഈ ലൈറ്റ് കത്തിച്ച ഒരു വൈബ് വേറെ ഉണ്ടാവും അല്ലേ. നമ്മുടെ കാപ്പിയും കൂടി ഒന്ന് ചൂടാക്കിയാൽ നമ്മുടെ നൂഡിൽസ് പായസം പോലെയായി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്.
ശരിക്കും ഈ സമയത്തൊരു മഴ പെയ്യണമായിരുന്നു അല്ലേ? അതായിരുന്നു വൈബ്. എന്തോ ചെയ്യാനാ. ഇപ്പൊ നല്ല ചൂടുള്ള കാപ്പി, ചൂടുള്ള നൂഡിൽസ്, കഞ്ഞി. കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ്. ഇതിങ്ങനെ പൊടിച്ചിട്ടോണ്ടേ കഞ്ഞി കുടിക്കുന്നവർ കുടിക്കാം. മഴ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, വെയിൽ തന്നെയാണ്. ശരിക്കും ഇന്നാണ് കേട്ടോ അത്ര വെയിൽ. ഇന്നലെയും മിനിഞ്ഞാന്നും അതിൻ്റെ മുന്നത്തെ ദിവസങ്ങളിലൊക്കെ മഴ തന്നെയായിരുന്നു. അന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സാഹചര്യം കണ്ട് ഒത്തു വന്നില്ല. സാഹചര്യം ഒത്തു വന്ന സമയത്താണെങ്കിൽ മഴയില്ല. നമ്മുടെ മഴയും പോയി, എല്ലാം പോയി. ഇത് ഭയങ്കര കുഴിയാട്ടോ, അങ്ങോട്ടൊക്കെ ഭയങ്കര ആഴാണ്. നമ്മളിതിൻ്റെ ഇപ്പോഴല്ല കേട്ടോ, കഴിഞ്ഞ കൊല്ലം നമ്മളിതിൻ്റെ ആ സൈഡ് ക്യാമ്പ് ചെയ്തോട്ടോ. അന്നൊന്നും അത്ര വെള്ളമല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വേനൽക്കാലത്ത് അവിടുത്തെ വെള്ളം കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ വട്ടത്തെ ചൂടിൻ്റെ അത്ര ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്താ വെച്ചാൽ ഇതിലങ്ങോട്ട് അപ്പുറത്തോട്ട് നടന്നു പോകാമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് അത്ര ചൂടുണ്ടാവില്ലായിരിക്കാം. ഞാൻ മേളിൽ നിന്നൊക്കെ വർത്താനം കേൾക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേളിലൊക്കെ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ, സംസാരം കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ. പക്ഷെ മഴ പോയി, സാരല്ല, നമുക്ക് അടുത്തതിന് സെറ്റാക്കാം അല്ലേ. ഇന്ന് നമ്മൾ ഒരു സാമ്പിളായിട്ട് ചെയ്താട്ടോ. ഈ സാധനം വെച്ചിട്ടേ നമ്മൾ എങ്ങനെ അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇത് നോക്കിയതാണ്. പക്ഷേ സംഭവം സക്സസ് ആണ്. കുറച്ചുകൂടി വലുപ്പമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്താ വെച്ചാൽ ഇത് കുറച്ച് ചെറുതായിപ്പോയി. പക്ഷെ നമ്മൾ നല്ല കാട്ടിലൊക്കെ പോകുമ്പോൾ, ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ ഇത് മതി, നമുക്ക് ജസ്റ്റ് ഒന്ന് കിടന്നാൽ മതിയല്ലോ. അപ്പോൾ അതിന് അത് മതി. പക്ഷെ ഇങ്ങനത്തെ നല്ല ഓപ്പൺ പ്ലേസിലൊക്കെ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് വലുതായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും ചെറുതായി പോയി. കുറച്ചുകൂടി നല്ലതായിരുന്നല്ലോ, കുറച്ചുകൂടി വലുപ്പമുണ്ടായിരുന്നെങ്കിലേ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അറിയിക്കണം. പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇനി കുറച്ചുകൂടി വീഡിയോസ് മഴയത്തൊക്കെ ചെയ്യണം എന്നുണ്ട്. നമ്മളെ ക്യാമറയിൽ ഞാൻ ഒരു 3-4 കുട വെച്ച് സെറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അത് സക്സസ് ആവണില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലത്തെ കുട വെച്ചിട്ട് ഇതിൻ്റെ കാലെടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിടുന്ന രീതിയിലൊക്കെ ആക്കേണ്ടി വരും.
പക്ഷെ കാറ്റ് വരുമ്പോൾ ഇത് ഭയങ്കര കാറ്റാണ് ഈ മലയുടെ മേളിലൊക്കെ. അതൊരു പ്രശ്നമാണ്. എങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ എന്നാലും ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് സെറ്റാക്കാല്ലേ. ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും മഴ വരില്ല, എന്താ വെച്ചാൽ വെയിലാണ്, മൊത്തത്തിൽ ക്ലിയർ ആയി. ഇനിയിപ്പോൾ രാത്രി എങ്ങാനും പെയ്താലേ ഉള്ളൂ. നമ്മൾ ചെറിയ ക്യാമറ കൊണ്ടുവന്നിരുന്നു കേട്ടോ, പക്ഷെ അത് ഇത് ചെറിയ ക്യാമറ കൊണ്ടുവന്നുണ്ട്, പക്ഷെ അതാണെങ്കിൽ ഒരു ക്ലിയറും ഇല്ല. പണ്ട് നമ്മളാ ഒരു ടൂർ പോയ സമയത്ത് വെള്ളം കയറിയിട്ട്, അതുകൊണ്ട് അതങ്ങനെ വെച്ചു. അപ്പം എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ ഒതുക്കി ഒന്ന് സെറ്റാക്കി വെക്കാം അല്ലേ. അപ്പം എന്തായാലും നമ്മൾ ഇത്രയും നേരം മഴ ഭാഗത്ത് നിന്ന് മഴയൊന്നും പെയ്തില്ല. നമ്മൾ ശരിക്കും ഒരു ക്യാമ്പിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് അല്ല എന്ന് എനിക്ക് അറിയാം കേട്ടോ. നമ്മളൊരു ക്യാമ്പിങ് വീഡിയോ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ തൃപ്തി ആയിട്ടില്ല എനിക്ക്. അത് കാണുന്നത് നിങ്ങൾക്കും മനസ്സിലാവുമല്ലോ. പക്ഷെ ഇന്ന് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ഇന്ന് ശരിക്കും ഒരു ക്യാമ്പിംഗ് ആയിട്ട് ഇറങ്ങിയത്. പിന്നെ ഞാൻ ആ കുട സെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ കുട കേട്ടോ. ഇതിങ്ങനെ അതിൻ്റെ മേളിലൊരു കമ്പ് പോലെ വെച്ചിട്ടുണ്ട് ആ ട്രൈപോഡിൻ്റെ മേളിൽ. അതാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും സക്സസ്ഫുൾ അല്ല. എന്താ വെച്ചാൽ സക്സസ് ആണ്, കാറ്റ് വരുമ്പോൾ ക്യാമറ അടക്കം മറിഞ്ഞു വീഴാൻ ഉള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചിട്ട് വേണം ഇനി നമുക്ക് ക്യാമ്പിങ്ങിന് തുടങ്ങാൻ. പിന്നെ മഴയത്ത് തന്നെ കുറേ റെയിൻ ക്യാമ്പിങ് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, അതൊക്കെ പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മഴയത്ത് നമ്മുടെ ഈ ക്യാമറ ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. പിന്നെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങ് പോട്ടെ കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ നല്ല രീതിയിൽ നമുക്ക് ശരിക്കും ഒരു ക്യാമ്പിംഗ് ആയിട്ട് തന്നെ ചെയ്യണം. ഇതിപ്പോൾ ചുമ്മാ വന്നു, പക്ഷെ ആ മഴ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായേനെ. പക്ഷെ മഴ പോയി, പിന്നെ വന്നു, നൂഡിൽസ് കുക്ക് ചെയ്തു, അത് കഴിച്ചു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തായാലും ഞാൻ കിടക്കാനൊന്നും നിൽക്കുന്നില്ല. കിടക്കാനുള്ളൊരു സെറ്റപ്പ് ഇത് പോരാ. നമുക്ക് ശരിക്കും കാല് നീട്ടാൻ വെക്കും, പക്ഷെ നമുക്ക് അടുപ്പ് വെച്ച് കത്തിക്കണമെങ്കിലൊക്കെ ഒരു സെറ്റപ്പിലൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ ശരിക്കും. അപ്പോൾ ഇന്നൊരു ടെസ്റ്റിംഗ് ആയിട്ട് വന്നൊന്ന് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ആർക്കും ഒരു തൃപ്തികരമല്ല എന്ന് എനിക്കറിയാം, എനിക്കും തൃപ്തിയല്ല. പിന്നെ അടുത്തൊരു വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എങ്കിലും കമൻറ്റ് ചെയ്യുക, എല്ലാം കമൻറ്റ് ചെയ്യും കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക, എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ട് ഞാനും പോവാം. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഒരു നൈറ്റ് ക്യാമ്പിങ്ങിനൊന്നൊരു പറ്റിയ സെറ്റപ്പും അല്ല, അതിനുള്ളൊരു സെറ്റപ്പിലും അല്ല ഞാൻ വന്നതും. അപ്പോൾ മഴ കണ്ടപ്പോൾ മഴയത്ത് ഒരു ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്, ഡേ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നാൽ അതിങ്ങനെയായി, മഴയും പോയി, ആകെ കുളമായി. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഞാനപ്പോൾ എന്തായാലും ഇത് പാക്ക് ചെയ്ത് വിടട്ടെ. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ.